ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ പ്രതിയായ കൈക്കൂലി കേസിൽ നിയമോപദേശം തേടാനൊരുങ്ങി വിജിലൻസ്. ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധനയിലും ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ തെളിവ് ലഭിക്കാതിരുന്നതോടെ കേസ് ഒഴിവാക്കുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട്. തെളിവില്ലാതെ തുടക്കത്തിൽ തന്നെ ഇ.ഡി. ഉദ്യോഗസ്ഥനെ പ്രതിയാക്കിയത് അന്വേഷണ സംഘത്തിന് കനത്ത തിരിച്ചടിയായിരുന്നു. ജിജീഷ് കരുണാകരൻ ചേരുന്ന വിവരങ്ങളുമായി. ജിജീഷ്, എന്താണ് ഇപ്പോൾ ആലോചനയിലുള്ളത്? വീണ, ഇപ്പോൾ ഇ.ഡി. ഉദ്യോഗസ്ഥനെതിരെ എടുത്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് പോയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്കാണ് വിജിലൻസ് എത്തിയിരിക്കുന്നത്. നിയമവിദഗ്ധരുമായും ഒപ്പം തന്നെ റിട്ടയർഡായ ഉദ്യോഗസ്ഥരുമായും കൂടി ആലോചിച്ച ശേഷം, കാരണം സമാനമായ സാഹചര്യത്തിൽ ഇനി അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കേസിൽ നിന്ന് തലയൂരുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും മുന്നിലുള്ളത്. കാരണം നിരവധി ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ചു. 10,000-കണക്കിന് ഡിജിറ്റൽ തെളിവുകളാണ് പരിശോധിച്ചത്. ഈ ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധന പൂർത്തിയായി കഴിയുമ്പോൾ പോലും, കാരണം ഓരോ 10,000-ലധികം വരുന്ന ഡിജിറ്റൽ ഡിവൈസുകളുടെ പരിശോധനയും അതിൻ്റെ രേഖകളുടെ പരിശോധനയും എല്ലാം പ്രത്യേകമായ ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ടും 10-ലധികം ഉദ്യോഗസ്ഥരെ ഇതിന് മാത്രം മാറ്റിവെച്ചുകൊണ്ടുമായിരുന്നു അന്വേഷണം നടത്തിയത്. ഏതെങ്കിലും തെളിവുകൾ ലഭിക്കുമെന്ന് തന്നെയായിരുന്നു വിജിലൻസ് പ്രധാനമായും ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്തത്. കാരണം അവിടെയും വലിയ തിരിച്ചടിയാണ് വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാറിനെതിരെ ഈ ഡിജിറ്റൽ ഡിവൈസുകളുടെ പരിശോധന പൂർത്തിയായ ഘട്ടത്തിലും കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ കഴിയാത്തതോടുകൂടി എങ്ങനെ ഈ കേസിൽ നിന്നും പിന്മാറാം, അല്ലെങ്കിൽ അത് നിയമപരമായി എങ്ങനെ അതുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്മാറുന്നു എന്നത് അടിസ്ഥാനമാക്കി കോടതിയിൽ അക്കാര്യം അറിയിക്കുക തുടങ്ങിയ നടപടികളാണ് ഇനി അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമോപദേശം തേടി മുന്നോട്ട് പോവുക എന്ന ഒരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മാത്രമല്ല, റിട്ടയർഡായ ഉദ്യോഗസ്ഥർ സമാനമായ കേസുകളിൽ ഇത്തരം സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്ന ഘട്ടങ്ങളിൽ എങ്ങനെയാണ് അന്വേഷണവുമായി മുന്നോട്ട് പോയിട്ടുള്ളത്, നിയമകാര്യങ്ങൾ എങ്ങനെയാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിജിലൻസിൽ നിന്ന് പ്രധാനപ്പെട്ട തസ്തികയിൽ വിരമിച്ച ഉദ്യോഗസ്ഥരുമായി കൂടി ആലോചിച്ചായിരിക്കും അന്വേഷണ സംഘത്തിന്റെ ഇനിയുള്ള നീക്കങ്ങൾ. ശരി ജിജീഷ്.